KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംഭവം ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജനപ്രിയ തീരുമാനങ്ങളുമായി VD സർക്കാർ. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 2 വാഗ്ദാനങ്ങൾ നടപ്പാക്കി തുടക്കം. ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ആശമാരുടെ വേതനം 3000 രൂപ കൂട്ടി. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ്. തലസ്ഥാനത്തെ ആവേശക്കടലാക്കി സത്യപ്രതിജ്ഞാ ചടങ്ങ്. ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഒന്നും മറക്കാൻ പറ്റുന്നതാണ്. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ച കേസിൽ പുനരന്വേഷണം. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരായ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. തീരുമാനം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലെന്നും മുഖ്യമന്ത്രി. അതിയായ സന്തോഷമെന്ന് മർദ്ദനമേറ്റ AD തോമസ്. ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച നടപടിയെ പരിഹസിച്ച് KN ബാലഗോപാൽ. മല എലിയെ പ്രസവിച്ച പോലെയായെന്ന മുൻ ധനമന്ത്രി. സർക്കാർ നടപടിയിൽ പൂർണ്ണ തൃപ്തിയെന്ന് ആശാ സമര നേതാവ് ന്യൂസ് 18നോട്. ഇടതു സർക്കാർ 260 ദിവസം മിണ്ടാതിരുന്ന് ആക്ഷേപിച്ചെന്ന് എസ്മിനി. 7000 രൂപയായിരുന്നു സമരത്തിന് മുമ്പുണ്ടായിരുന്ന ഓണറേറിയം. ആ ഓണറേറിയത്തിന് 10 മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ 7000 രൂപ പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുകയും അവർ തന്നെ പറഞ്ഞിരുന്ന മിനിമം വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ആരംഭിച്ചത്. സമരത്തിൻ്റെ 5 തവണ ചർച്ച നടന്നു. 5 തവണ നടന്ന ചർച്ചയിലും 1 രൂപ പോലും വർദ്ധിപ്പിക്കാവുന്ന ഒരു തീരുമാനവും എടുക്കാതെ ആ സമരം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുകയായിരുന്നു. പിന്തിരിയല്ല, അത് മുന്നോട്ട് പോകുകയായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് 1000 രൂപയുടെ ഒരു വർധനവ് വരുത്തുകയുണ്ടായി. പിന്നീട് അത് തെരഞ്ഞെടുപ്പിൽ ആ 1000 രൂപയും ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞു വന്ന ബജറ്റിൽ, അവസാനം മാർച്ച് മാസത്തിൽ നടന്ന ബജറ്റിൽ പിന്നെ ഒരു 1000 രൂപയും കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 9000 രൂപയാക്കിയത്. നിയമസഭാ സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കം. സ്പീക്കർ തെരഞ്ഞെടുപ്പ് 22-ാം തീയതി. G സുധാകരൻ പ്രോട്ടം സ്പീക്കർ. ഗവർണറുടെ നയപ്രഖ്യാപനം 29-ന്. അഡ്വക്കേറ്റ് ജനറലായി ജാജു ബാബുവിന് നിയമനം. T ആസിഫ് അലി പുതിയ പ്രോസിക്യൂഷൻ മേധാവി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. SITക്ക് 2 ആഴ്ച സാവകാശം നൽകി ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ദേശീയ ലബോറട്ടറിയിലെ ഫലം 10 ദിവസത്തിനകം ലഭിക്കുമെന്ന SIT കോടതിയിൽ.